കേരളത്തിലില്ലാത്ത ഒരു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥലത്തിരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെയല്ല. നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു KSRTC ബസ് കണ്ടാൽ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നല്ല കിടിലൻ കപ്പ പുഴുങ്ങുന്നു, നല്ല ഫ്രഷ് കല്ലുമ്മക്കായ, നല്ല കൊഴുപ്പുള്ള ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന കാളാഞ്ചി, നല്ല മുട്ടൻ ജംബോ പ്രോൺസ് വെച്ചുള്ള ഒരു റോസ്റ്റ്, ഇതിൽ നാടൻ താറാവും, അതിന് കൂടെ നമ്മളിവിടെ വന്ന മെയിൻ തിങ് നല്ല പോർക്ക് റോസ്റ്റ്, അതല്ലാതെ വരട്ടിയെടുത്ത് കരിവേപ്പിലിട്ട ഒരു ബീഫ് റോസ്റ്റ്, നല്ല മീൻകറിയും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതും, മീൻകറി മുക്ക് നല്ല ഫ്രഷ് ഓവർ കുക്ക്ഡ് അല്ലാത്ത നല്ല ഫാറ്റി ഫിഷാണ്, ഒരു രക്ഷയില്ല. ആൻഡ് ദെൻ ഇതെല്ലാം കൂടെ പിടിച്ച് എൻ്റെ അമ്മോ. Hi guys, good morning. Welcome to our new vlog. Back home, back to Kochi and back to our food vlog. So വളരെ ക്രേവിങ് ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഗാങ്ങിന് മെസ്സേജ് ഇട്ടു, ഗൈസ് നല്ല നാടൻ ഫുഡ് കഴിക്കണം എന്ന്, ഞാൻ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ട്രൈ ചെയ്യാത്ത എവിടെയെങ്കിലും ആയിരിക്കണം എന്ന്. അങ്ങനെ ജെഫ്രിൻ അല്ല, ഞങ്ങൾ ആക്ച്വലി കോട്ടയത്ത് പോകാനാണ് ജെഫ്രിനൊക്കെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ അവിടെ വരെ പോകാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കിഡിലൻ കള്ള് ഷോപ്പിലാണ് പോകുന്നത്. പക്ഷേ ആരുടെയാണെന്നറിയോ? ആരുടെ ആയിരിക്കും? അപ്പോൾ ആ ഒരു കിഡിലൻ സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. നല്ല ഫുഡ് കഴിക്കാം, കുറേ ചിരിക്കും ചെയ്യാം, നല്ല ഭക്ഷണവും കഴിക്കാം. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആദ്യമേ ജെഫ്രിൻ ഇങ്ങോട്ട് വരണം ആൻഡ് ദെൻ സ്ട്രെയിറ്റ് ഫോർ സം ഗുഡ് ഫുഡ്. ഒരാൾ തലയൊക്കെ തുടച്ച് വൃത്തിയാക്കി വരുന്നുണ്ട്. എന്താണ് ഓർമ്മയുണ്ടോ ഈ മുഖം? സമയമില്ല, കയറി ഇറങ്ങിക്കോ. ഏത്? ഞങ്ങളുടെ പുതിയ വാട്ടർ ഹീറ്ററാ. കുളിക്കാത്തവർക്ക് എന്തിനാ വാട്ടർ ഹീറ്റർ? ഓ, എന്ത് പുതിയ മൊബൈല്? ഇത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയതാ. കണ്ടിട്ടില്ല. ഷൂസ് ഒന്നും ഒരിടെ പോവാ. എങ്ങോട്ടാ? ഇല്ല, ലിബിനായിട്ടില്ല. ലിബിൻ ഇങ്ങോട്ട് വരുമോ? ഇല്ല, പിന്നെ 12 കാലാവും. ഓക്കെ. ഞങ്ങളുടെ പ്ലാൻ മാറ്റി ബോച്ചയിലേക്ക് ജെഫ്രിന് പോകണ്ടെന്ന്. ഞാനല്ല, ലിബിന് പോകണ്ടെന്ന് ബോച്ചയിലേക്ക്. കാരണം അത് ഒരു പോർക്കില്ലാന്ന്. പോർക്കില്ലാത്ത ഷോപ്പ് ഇങ്ങനെ ഷോപ്പാക്കി ഞങ്ങൾ കരുതില്ല. അവിടെ മറ്റേ ചിക്കൻ സൂപ്പും ഫ്രൈഡ് റൈസും മൊഹിറ്റോ ഒക്കെയാ. അതെങ്ങനെ ഷോപ്പാണ്. അപ്പൊ അത് വിട്ട് ഇപ്പൊ ലിബിൻ ഞങ്ങള് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എവിടെയാന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു പഴയ KSRT ബസ് കണ്ടു കഴിഞ്ഞാൽ നിർത്തിക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇതാണ് ഈ ഷാപ്പിന്റെ ഒക്കെ പറഞ്ഞ ആംബിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു സുഖമാണ്. എനിക്കൊന്ന് കേരളത്തിലില്ലാത്ത ഒരു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ഥലത്തിരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെയല്ല. നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു KSRTC ബസ് കണ്ടാൽ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എനിക്കിപ്പോൾ വലിയ വിശപ്പായിട്ടില്ല. ദേ അവിടെ ഒരു മ്യൂസിയം കണ്ടിട്ട് വന്നാലോ? ക്രിസ്റ്റൽ മ്യൂസിയം. അറിയാമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ക്രിസ്റ്റൽ മ്യൂസിയം ഒക്കെ ഉണ്ടെന്ന്? അറിയോ? ഷാപ്പിലേക്ക് പോകുന്ന വഴിയാണ്. കാറ് മെയിൻ റോഡിൽ ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം. നല്ല ഒരു കിടിലൻ ആംബിയൻസ് കേട്ടാ, സമ്മതിക്കണം. ഷാപ്പൊക്കെ ചിലപ്പോൾ കണക്കായിരിക്കും. ഇവിടം വരെ വന്നു കഴിഞ്ഞ് ഈ ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന തന്നെ ടോട്ടലി ബേർത്താണ്. കഴിക്കണം, എല്ലാത്തിലും കഴിപ്പ് വേണം അല്ലേ? ഡിസ്കഷൻ കൊക്കല്ലാതെ പിന്നെ എന്താ? ഈ സാരത്തിനെ കുറിച്ചാ പറയുന്നത് കേട്ടാ. അപ്പോ എല്ലാം കഴിഞ്ഞാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. സംഭവം തന്നെ കേട്ടോ. അവർ KSRTCയുടെ ബസ് വെളിയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഡൈനിങ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ ഷോട്ടിൽ കാണിക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങനെ കയറിയ ഇതാണ് ആംബിയൻസ്. നമ്മൾ നേരെ ഇങ്ങനെ കയറി നോക്ക്, വെളിയിൽ KSRTC ബസ്സിൻ്റെ ബോഡി. നമുക്ക് വേണ്ടി പെർമിഷൻ എടുത്ത് ഫുഡിന്റെ കുറച്ച് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഇവിടെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്. കപ്പ ഇരിക്കുന്നുണ്ട്. ഓ ജെഫ്രി, കല്ലുമ്മേക്കാ ഫ്രൈയാന്ന് തോന്നുന്നത്. ഓ ഫ്രഷ് ആയിട്ട് പറയുമ്പോഴാണ് കാളാഞ്ചി റെഡിയാക്കുന്നത്. ഫ്രഷ് കാളാഞ്ചി.
നല്ല കിടിലൻ ചെമ്മീൻ. അത് കൊച്ചു ചെമ്മീനോ നല്ല ബാക്കിയുള്ള കടകളിൽ കിട്ടുന്ന പോലെ നല്ല കിടിലൻ വലിയ ചെമ്മീനാണ്. ഓ താറാവ് റോസ്റ്റ്. പിന്നെ നമ്മുടെ പോർക്കായിട്ട് ഇവിടെ കിടിലൻ പോർക്ക് റോസ്റ്റ് ഭയങ്കര പോപ്പുലർ ആണ്. കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ. ഇത് കല്ലുമ്മക്ക ഒന്ന് റോസ്റ്റ് ചെയ്ത് തരുന്നത്. ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറികളാണല്ലോ മെയിൻ. നല്ല കേരക്കറി, നല്ല നെയ്യുള്ള മീൻകറിയാണ്. കപ്പ വെച്ചിരിക്കുന്നു നോക്ക്. ഓ എന്തെങ്കിലും ആൾക്കാർക്ക് വെജ് വേണമെങ്കിൽ നല്ല ചെറുപയറും. കാളാഞ്ചി ഉണ്ടല്ലോ ഇട്ടവിടെ കറി ആക്കുന്നതേ ഉള്ളു കേട്ടാ. ഫ്രഷ് കാളാഞ്ചി. അപ്പൊ ഓർക്ക് ബീഫ് കണ്ടാ വേറെ ലെവല. താറാവ് സൂപ്പർ ആയിട്ടുണ്ട്. കല്ലുമ്മക്കായ കണ്ടപ്പോഴേ ഇവരുടെ കൺട്രോൾ പോയി കേട്ടാ. ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സെറ്റ് നോക്കാം നമുക്ക്. എനിക്കൊന്നും വെളിയിലുള്ളവരായിരിക്കും ഇതിരുന്ന് കൊതിയിടാൻ പോകുന്നത് വീഡിയോ കണ്ട്. കിട്ടുവോ ഫ്രാൻസിൽ ഇതൊക്കെ? ഉണ്ട് ഇനി. എന്നിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ എടുത്തിട്ട് കഴിക്കാൻ പാടുള്ളൂ. സോ ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല സവാള ഇട്ട ബീഫ് റോസ്റ്റ്, നല്ല ഫാറ്റ് ഉള്ള പോർക്ക് റോസ്റ്റ്, നല്ല കിടിലൻ കാളാഞ്ചി, കപ്പ, താറാവ്, അപ്പം പോരാട്ടാ കണ്ടാലേ അറിയാം. എന്നാ എടുക്ക്. ഏത് കൊള്ളാവോ കാളാഞ്ചി? ഇവിടെ വന്നിട്ട് പോർക്കിൽ തന്നെ തുടങ്ങിയില്ലെങ്കിൽ മോശമല്ലേ? നോക്കട്ടെ. പോർക്കും കുറച്ച് ഫാറ്റും എടുക്കണേ. ഓക്കെ. ഓ നല്ല എരിവ്. പക്ഷെ പോർക്കിന്റെ മീറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആവായിരുന്നു. ബീഫ് ഇല്ല. ഫിഷ് പൊളിയാ? നോക്കട്ടെ ബീഫ് നോക്കട്ടെ. സെറ്റാ. ബീഫ് അടിപൊളിയോ. പോർക്ക് ഞാൻ കഴിച്ചാൽ അത്രയും പോരാത്തത്. ബീഫ് സൂപ്പറാണ്. നല്ല ഭയങ്കര നമുക്ക് കഴിക്കാൻ പറ്റാത്ത എരിവില്ല. ആ സമയത്ത് കുറച്ച് ഫാറ്റും ഉള്ള ബീഫാണ്. അപ്പോൾ പോത്തല്ല, അതുകൊണ്ട് കഴിക്കാനും നല്ല സുഖമാണ്. ജെഫ്രിൻ കപ്പയുടെ കൂടെ മീൻ കഴിക്കാൻ പറ്റും. സോ കപ്പ എടുത്ത് ഇത് മീൻ ചാറി മുക്കി നല്ല ഫ്രഷ്, ഓവർ കുക്ക്ഡ് അല്ലാത്ത നല്ല ഫാറ്റി ഫിഷാണ്. ഒരു രക്ഷയില്ല. ആൻഡ് ദെൻ ഇതെല്ലാം കൂടെ പിടിച്ച് എൻ്റെ അമ്മോ. ഇപ്പോഴാണ് വിയറ്റ്നാമിലെ ഫുഡൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ ഫുഡ് വേറെ ലെവലാന്ന് മനസ്സിലാവുന്നത്. ഓ മീൻകറി ഒന്നും പറയില്ല. മീൻകറി കേട്ടോ മസ്റ്റ് ഓർഡർ. അത് കാളാഞ്ചി കിട്ടുവാണെങ്കിൽ അത് തന്നെ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത സാധനങ്ങൾ മറന്നു പോയിട്ട് വീണ്ടും ഓർഡർ ചെയ്യുകയാണ്. നല്ല കല്ലുമ്മക്കായ, കുറച്ച് സവാള എടുക്കട്ടെ. കല്ലുമ്മക്കായ നോക്കട്ടെ. പക്ഷെ അപ്പം നല്ല ചൂട് ക്രിസ്പി അപ്പം ആയിരുന്നെങ്കിൽ വേറെ ലെവലായാലേ. കല്ലുമ്മക്കായ നല്ല ഫ്രഷാണ് കേട്ടോ സംഭവം. ഓ പെപ്പർ ഫ്രൈ സവാളയും കൂടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഓ ഇത് മസ്റ്റ് ഓർഡർ ആണ്. പറ്റില്ല അല്ലേ? അതാ കൂട്ടാതെ ഞങ്ങള്. പ്രിയക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടാ. താറാവ് എടുക്കട്ടെ. താറാവ് നല്ല കിട്ടില് മീറ്റുള്ള കേട്ടോ. കുറെ ഫുൾ എല്ലൊന്നും അല്ല. ഇത് നമുക്ക് കുറച്ച് അപ്പം വെച്ച് പിടിക്കാം. കുറച്ച് അപ്പം എടുത്ത് നല്ല വലിയ പീസ് താറാവ്. ഓക്കെ, വലിയ പീസ് താറാവ് എടുത്ത് ഓ സാധാരണ താറാവും എല്ലായിടത്തും ഒരു പെപ്പർ റോസ്റ്റ് പോലെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രോപ്പർ താറാവ് കറിയാണ്. അതുകൊണ്ട് നല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം. നല്ല കിടിലൻ ചാറ്. എല്ലാത്തിൻ്റെയും ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. മീൻ കറി വേറെ ലെവൽ കേട്ടോ, അടിപൊളി. കല്ലുമേക്കായും സൂപ്പർ. ഇനി ചെമ്മീനും ബീഫും കൊഴുവയും വരാറുണ്ട്. അമ്മോ ചെമ്മീൻ റോസ്റ്റിന്റെ സൈസ് നോക്ക്. ബില്ല് എത്ര വരും എന്നാണ് ഇപ്പൊ ടെൻഷൻ. എല്ലാവരും ഇരുന്ന് വെട്ടിയടിക്കുന്നുണ്ട്. നല്ല വലിയ ചെമ്മീനാണ്. ചെമ്മീൻ മാത്രമായിട്ട് നമുക്ക് നോക്കാം. ഇതുവരെ കഴിക്കാത്തൊരു മസാല.
ഒരു നമ്മൾ സാധാരണ ഈ ക്രീമി പ്രോൺസ് ഒക്കെ കഴിക്കാറില്ലേ, അതിന്റെ ഒരു നാടൻ വേർഷൻ വിത്ത് സ്പൈസ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വേറെ എവിടെയും ഈ ഒരു പ്രിപ്പറേഷനിൽ അടിപൊളി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നന്നായില്ല അവിടെ പോവാതിരുന്നത്. ടാങ്ക് ലിബിൻ. അതെ, അതെ, ഫ്രൈഡ് റൈസും മൊയ്റ്റോ. അല്ലാതെ ഇവിടെ വന്നത് ഇതുപോലെ നല്ല കാളാഞ്ചിന്ന് മീനൊക്കെ പറക്കിയെടുത്ത് ഇതുപോലെ അപ്പം ഗ്രേവി മുക്കി കഴിക്കാൻ പറ്റുമായിരുന്നോ? എനിക്ക് ചെമ്മീൻ്റെ സൈസ് നമ്മളങ്ങനെ മറ്റേ ലോബ്സ്റ്റർ അതൊന്നും അല്ല പറഞ്ഞു, പക്ഷെ നല്ല വലിയ ചെമ്മീൻ അല്ലേ? എന്ത് മസാല പറ്റുന്നില്ലെങ്കിൽ നിർത്ത്. ആർത്തി പിടിച്ച് കഴിച്ചതിന്റെ പൊളിയാ കേട്ടോ. കപ്പയും താറാവും എല്ലാം കൂടെ നോക്കുമ്പോഴും കോമ്പിനേഷൻസ് എല്ലാം എങ്ങനെ കൂട്ടിയാലും കറക്റ്റാണ് അല്ലേ? ഇത് ഭയങ്കര സോഫ്റ്റും ആ നെയ്യും എല്ലാം കൂടെ ആയിട്ട് നല്ല മീനായിരുന്നു അല്ലേ? കരിമീനൊന്നും ഓർഡർ പോലും ചെയ്തില്ല. അതെ, ഈ എരിവ് മാറ്റായിട്ട് മറ്റേ ക്രെംബ്രൂളിലേക്ക് കിട്ടുമോ? കിട്ടുമോ? ആള് ചുമയും നിർത്തിയിട്ടില്ല കേട്ടാ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ. എന്നിട്ട് നിർത്തുന്നില്ല ഫുഡ് കഴിക്കാൻ. എന്ത് ചെയ്യും? എന്തായാലും ഫുഡ് ഹൈലി റെക്കമെൻഡഡ് കേട്ടാ. ആ ബസ്സിന് മുമ്പ് വെച്ചൊരു ഫോട്ടോ എടുക്കാം. ഫുഡും കഴിഞ്ഞ് വെളിയിലിറങ്ങി കുറച്ച് കാറ്റും കൊള്ളാനുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതൊരൊന്നും പറഞ്ഞ് എന്താ. വണ്ടി പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അതുണ്ട്, കാരണം പകുതി റോഡിലാണ്. ഡെസേർട്ട് കഴിക്കാൻ വരുന്നുണ്ടോ? ലിബിന് ഏതോ അടുത്ത സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു, ചോദിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം. ഫ്രീ സെറ്റിൽ ചെയ്തിട്ട് വന്നേക്കും. ബില്ലല്ലേ ചോദിച്ച ബില്ല് ഞാൻ മേടിച്ചിട്ട് തരാം. ടോട്ടല് 2000 സംതിങ്, 2000 സംതിങ്. എത്ര പറ. ഞാനല്ല ഇവിടുത്തെ സ്ഥിരം ആളൊന്നുമല്ല. 4, 5, 6, 7, 8 ഐറ്റംസ് കറക്റ്റ് ആണോ? 10 ഐറ്റം മേടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിരുന്നോ? 10 ഐറ്റം നമ്മൾ കഴിച്ചോ? എല്ലാം ഉണ്ട്. റേറ്റ് പറ, നിങ്ങൾ വലിയ വർത്തനം പറയണ്ട. 2400. 1560. ഓ എന്താ അല്ലേ കൊടുത്താ? എനിക്ക് ഇഷ്ടമല്ല ഇത്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവരോട്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ കഴിച്ചിരിക്കുന്നതിൽ ബെസ്റ്റ് കള്ള് ഷോപ്പ് ഫുഡൊന്നും അല്ല. പക്ഷേ ഈ ആംബിയൻസിന് ഒരു ചേഞ്ചിന് വേണ്ടി എന്തായാലും വന്നു കഴിഞ്ഞാൽ മോശം ഫുഡ് കഴിച്ച് പോയി എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. എനിക്കത് അപ്പത്തിന് പകരം കപ്പയും പൊറോട്ടയും വല്ല ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം കൊള്ളിലായിരുന്നു. പോർക്ക് ചിലപ്പോൾ ഇന്നത്തെ മാത്രമായിരിക്കും, ബാക്കി എല്ലാം സെറ്റായിരുന്നു. നല്ല സെറ്റ്. പിന്നെ ക്ലീനിനെസ് ഒക്കെ ഒരു ലോക്കൽ കള്ള് ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലീനിനെസ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറിയാലോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അത്രേ കിട്ടുള്ളൂ. മോശമൊന്നുമില്ല നമുക്കൊന്ന്. അതാണ് മെയിൻ. ഇത്രയും നല്ല ഫ്രഷ് ഫുഡ് നല്ല പൈസക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ലിബിൻ ഭയങ്കര ഒരു യൂണീക്ക് ഡിസേർട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐസ്ക്രീം അപ്പൊ തന്നെ ഞാൻ അത് തായ്ലൻഡിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ തോപ്പുംപടിയിലുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടെ പോയി ഫ്രഷ് ഫ്രൂട്ട് അവക്കാഡോ കിട്ടും ഐസ്ക്രീം ആക്കി. അവിടെ സീസൺ അല്ലെങ്കിൽ അവക്കാഡോ കിട്ടുമല്ലോ. അത് മതി, എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം മതി. എന്നാ ഓക്കെ, അപ്പൊ അവിടെ വെച്ച് കാണാം. ലിബി, നമുക്ക് മറ്റേത് കഴിക്കണ്ടേ? ബീഫ് ടങ്ക്. വഴക്കിടണ്ടേ? ഇവിടെ ബീഫ് ടങ്ക് കിട്ടുന്ന കള്ള് ഷോപ്പ് ഇല്ലേ? ഗോവയിൽ പോണം, ഒന്നും കൂടെ അതിനു വേണ്ടി മാത്രം പോണം. തൊപ്പുംപടിയിലുള്ള മിക്സ് സ്റ്റൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കിട്ടുവോ? ചോക്കോലാവ കിട്ടുവോ? പിന്നെ എന്ത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് 2 എണ്ണമായിട്ട് എടുക്കാം. അത് ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ മെഷീനിലിട്ട് മിക്സ് ചെയ്ത് തരും. അപ്പൊ ഏതൊക്കെയുണ്ട്? ഇത് ക്രാംബെറി, സ്ട്രോബെറി, ചക്ക, ഒരു ചക്കയും ഒരു ചിക്കും. അതാണ് കഴിക്കാൻ പോകുന്നത്. കസ്റ്റേർഡ് ആപ്പിള് പൾപ്പ, കസ്റ്റേർഡ് ആപ്പിൾ പൾപ്പ, ജാമുൻ പൾപ്പ. പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, ചിക്കു, ബ്ലാക്ക്ബെറി, ജാക്ക് ഫ്രൂട്ട്, ക്രാംബെറി. ഏത് ഏറ്റവും പോപ്പുലർ? അതാണ് ഏറ്റവും സിഗ്നേച്ചർ. ഏതോ ബെസ്റ്റ് സെല്ലിംഗ് ആണ്. പിന്നെ കസ്റ്റർഡ് ആപ്പിൾ ചിക്കു ബെസ്റ്റ് സെല്ലിംഗ് ആണ്. നല്ലതാണോ?
എടുക്ക്. എനിക്കൊരു എന്താ എടുക്കുന്നത്? ഓ ഫ്രൂട്ട് അല്ലേ? ഇതുവരെ മാറിയില്ലല്ലേ അവന്റെ? അതും കഴിക്കില്ലേ? ആ ക്രീം മധുരം ഇല്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പോയി കൈവിട്ട് പോയി. ചിക്കുന്റെ പൾപ്പ് അല്ലേ? ആ ചിക്കു ഫ്രൂട്ടാ, കസ്റ്റർഡ് ആപ്പിൾ പൾപ്പാ. ഓക്കെ, ഇനി അതില് ക്രീം ഇടും. ജഫറിന് ക്രീം വേണമെന്നില്ല. എനിക്കെല്ലാം വേണം. ക്രീമും ഇട്ട് ഇനി എല്ലാം കൂടെ ഇട്ട് ഒരു മിക്സിംഗ് ഉണ്ട്, നമ്മുടെ DQ പോലെ. ഓ എന്തായി വേർക്കത് എന്തിനാ? പിന്നെ ഈ സാധനം വെച്ച് അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കള്ള് ഷോപ്പിൽ പോയി ആ 4 കുപ്പി കുടിച്ചതിന്റെയാണ് അത്രയും ബില്ലായത്. അടിച്ച് പൂസായി നിൽക്കുന്ന രണ്ടുപേരും. അല്ലെങ്കിൽ വല്ല 1000 രൂപയിലൊക്കെ ഒതുങ്ങുന്ന കാര്യമായിരുന്നു. കള്ളിനാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സോഫ്റ്റി പോലെ വന്നു കേട്ടാ, പെട്ടെന്നായി. കൊള്ളാം കേട്ടാ. എന്തായാലും ഫ്രൂട്ട്സിന്റെ ഗുണവും കിട്ടും. മധുരം ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ഇത് ഇവിടെ ആദ്യമായിട്ടാ കാണുന്നത്. എന്തേ മധുരം കുറവാണ്. നല്ല മണമുണ്ട്. വേണം ഈ ഷവർമയും കൂടെ? വേണ്ട. നല്ലതാണോ? മധുരം ഉണ്ടോ? ഭയങ്കര മധുരമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നാച്ചുറൽ ഐസ്ക്രീമിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്ട്രോബെറി അല്ല ബ്ലൂബെറി, റാസ്ബെറി ആൻഡ് ക്രീം. എനിക്കൊന്ന് 2 തവണ മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായി മിക്സ് ആയി വരുന്നത് കേട്ടോ. 2 ഇത് 3 ആക്ച്വലി. ഇത് ചിലപ്പോൾ കുറച്ച് പുളി കാണാൻ സാധ്യതയുണ്ട്. അതെ, ചെറിയ പുളിയുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ പറയട്ടെ, സാധാരണ ഐസ്ക്രീമും യോഗേർട്ടിൻ്റെയും ഫ്രോയോ ഇല്ല, ഫ്രോസൺ യോഗേർട്ട്, അത് രണ്ടിനും നടുക്ക് വെക്കും. പക്ഷെ നല്ല ക്രീമി ടെക്സ്ചറുമാണ്. ആ സ്ട്രോബെറിയുടെയും റാസ്ബെറിയുടെ ഒക്കെ ആ ഒരു എന്താ പറയുക പുളി ഉണ്ടല്ലോ, അതും കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ കടിക്കാനും കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞാ ഇനി അങ്ങോട്ട് അടുത്തത്? ഇല്ല പിന്നെ വീട്ടിലേക്കാണോ? ഗൈസ്, അപ്പോൾ അങ്ങനെ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് തിരിച്ച് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. സോ എന്തായാലും എനിക്കൊന്നും കള്ള് ഷോപ്പ് ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമല്ല, പക്ഷേ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. സീ ഫുഡ്, ഫിഷ് പോർക്ക് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് കിട്ടിയ പോക്കിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. പോക്കല്ലാതെ ബാക്കി എല്ലാം അടിപൊളി. അപ്പവും പോരായിരുന്നു. പോർക്കും അപ്പം അല്ലാതെ ബാക്കി എല്ലാം നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കോസ്റ്റ് വൈസ് ഇറ്റ്സ് അമേസിങ്. പിന്നെ വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കള്ള് ഷാപ്പിൻ്റെ ഒരു വൃത്തി, അതിലൊരു നല്ല ഒരു വൃത്തിയുള്ള സ്ഥലം, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. സോ എന്തായാലും എനിക്കൊന്ന് ഡിഫറെൻറ്റ് ആംബിയൻസിൽ നല്ല സീ ഫുഡും ബീഫും എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാം. ആൻഡ് ഇങ്ങനത്തെ ഹിഡൻ ജംസ് ഇനി നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അടുത്തൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.